ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് മെയ് 8-ാം തീയതി ഈ വർഷത്തിലെ രണ്ടാമത്തെ ആസിഫ് അലി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. അത് തമറിന്റെ സംവിധാനത്തിൽ ആസിഫ് അലി നായകനെത്തിയ സർക്കിട്ട് എന്ന സിനിമയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ വന്നിരിക്കുകയാണ്. ചിത്രം ഒരു ഇമോഷണൽ ഡ്രാമ ഫാമിലി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. മുൻ ആസിഫ് അലി സിനിമ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ പല ആസിഫ് സിനിമകളെ വെച്ച് നോക്കുകയാണെങ്കിൽ ലോ ഹൈപ്പിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കൂടിയാണ് സർക്കിട്ട്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ വീണ്ടും ഒരു ആസിഫ് സിനിമയ്ക്ക് കൂടി പോസിറ്റീവ് അഭിപ്രായം ലഭ്യമാകുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. മികച്ച അഭിപ്രായങ്ങളും മികച്ച പ്രകടനം, അതോടൊപ്പം തന്നെ ഇമോഷണലി വളരെയധികം കണക്ട് ചെയ്യിപ്പിച്ച അടുത്തൊരു ആസിഫ് അലി സിനിമയായിട്ട് സർക്കിട്ട് മാറുന്നുവെന്നാണ് സിനിമയെക്കുറിച്ച് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ ഷോയ്ക്ക് ശേഷമുള്ള അഭിപ്രായം. അപ്പോൾ 1001 നുണകൾ എന്ന സിനിമയ്ക്ക് ശേഷം തമറിന്റെ സംവിധാനത്തിൽ വരുന്ന അടുത്ത സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമാകുന്നു. അതോടൊപ്പം തന്നെ പൊന്മാന് ശേഷം വരുന്ന വിനായക അജിത്തിന്റെ പുതിയ സിനിമ കൂടിയായ സർക്കിട്ടിന് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിരിക്കുന്നു. ഇതിനെല്ലാം തന്നെ ഉപരി രേഖാചിത്രത്തിന് ശേഷം അടുത്ത ആസിഫ് അലി സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിരിക്കുന്നു. ഇനി നാം ഉറ്റുനോക്കുന്നത് കിഷ്കിന്ദ കാണ്ഡം, രേഖാചിത്രം എന്നീ സിനിമകൾക്ക് ശേഷം ആസിഫിന്റെ ഹാട്രിക് വിജയം നേടിയെടുക്കുന്ന സിനിമയായിട്ട് സർക്കിട്ട് മാറുമോ എന്നാണ്. എന്തായാലും ആസിഫിന്റെ പുതിയ സിനിമയ്ക്കും പോസിറ്റീവ് ലഭ്യമാകുമ്പോൾ ഇനി കാത്തിരിക്കൂ സിനിമയുടെ ബോക്സ് ഓഫീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അറിയാനായിട്ട്.